കെഎസ്ആർടിസി പെൻഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ സഹകരണ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണം നടത്താനൊരുങ്ങി സർക്കാർ. സംസ്ഥാന സർക്കാരും കെഎസ്ആർടിസിയും എംഡിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിടും. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് വിരമിച്ച ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് നടപടി. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടി. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യവുമായി ചേർന്നുകൊണ്ട് പെൻഷൻ വിതരണം നടപ്പിലാക്കാനാണ് സർക്കാർ നീക്കം. ഇതിനായി സർക്കാരും കെഎസ്ആർടിസിയും സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യവും തമ്മിൽ ധാരണാപത്രം ഒപ്പിടാനും അനുമതിയായി. 6 മാസത്തിനുള്ളിൽ പലിശ സഹിതം കോർപ്പറേഷൻ നൽകുന്ന വായ്പയുടെ തിരിച്ചടവ് കേരള സർക്കാർ ഗ്യാരണ്ടിയായി നൽകും. 2023 ഡിസംബർ മുതലുള്ള പെൻഷൻ കൺസോർഷ്യം രൂപീകരിക്കുന്ന പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യും. ഇതിന്റെ ഭാഗമായി കൺസോർഷ്യവുമായി MOU ഉടൻ ഒപ്പുവെക്കുമെന്നും സർക്കാർ അറിയിച്ചു. 3 മാസമായി പെൻഷൻ തുക മുടങ്ങിയതോടെ വിരമിച്ച ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ സഹകരണ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത്. നേരത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിലും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പണം വാങ്ങാമെന്ന നിലപാടിലേക്ക് ധനവകുപ്പ് എത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.